ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വിവിധ ഇനം പച്ചമുളകുകളെ പറ്റിയുള്ള ഒരു പ്ലാന്റിങ്ങും അതിൻ്റെ ഉപയോഗ രീതികളും സംരക്ഷണവും കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കാനാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പച്ചമുളക് ഉണ്ടമുളക് എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. ഈ മുളക് നല്ല നല്ല എരിവുണ്ട്, നല്ല ഒരു പ്രത്യേക മണവും ഒരു ടേസ്റ്റും ഉണ്ട് ഇതിന്. നമ്മളെ മോര് കറിയിലോ അതുപോലെ ഇത് കണ്ടോ, തൈ വെച്ച് പിടിപ്പിച്ചാണ്. തൈ ഇപ്പോൾ പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തതാണ്. നമ്മൾ നഴ്സറി സ്വന്തം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എല്ലാ കൊല്ലവും അങ്ങനെ കുറച്ച് പ്ലാന്റ് ചെയ്യും. ഒരു 2 വർഷം വരെ ചില മുളകുകളൊക്കെ നിൽക്കും. അതിന് ശേഷം നമുക്ക് പുതിയ ഇങ്ങനെ എപ്പോഴും പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഉണ്ടമുളക് നമ്മൾ മോര് കറിക്ക് ഉപയോഗിക്കാം. അത് ഒന്ന് മോരിലിട്ട് ഉണക്കി ഉപ്പും മോരും കൂടി ചേർത്ത് ഉണക്കി ഒരു ഹോൾ ചെയ്തിട്ട് അതിൽ മോരിൽ ഇട്ട് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ അത് വറുത്ത് ഉപയോഗിക്കാം. പിന്നെ അച്ചാറിൽ ഉപയോഗിക്കാം. കറികളിൽ എല്ലാം മീൻ കറിയിലൊക്കെ ചെയ്തിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ പച്ചമോര് ഉപയോഗിക്കുമ്പോൾ ഒരെണ്ണം ഇത്തിരി മൂപ്പ് കുറഞ്ഞത് ഇട്ട് സംഭാരം പോലെ ഉണ്ടാകും, വേപ്പിലയും കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ അതിനും ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ് ഉണ്ടമുളക്. നല്ലൊരു പ്രത്യേക സ്മെല്ലും ഉണ്ട് ഇതിന്. ഇത് സാധാരണ പിടിച്ച് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാകും. പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ 2 വർഷം ആയ മുളകാണ് ഈ നിൽക്കുന്നത്. ഒരു ചെറിയ കുഞ്ഞു മരം പോലെ ആയിട്ടുള്ളത് കണ്ടുകൂടെ. അതിൻ്റെ തണ്ടിൻ്റെയൊക്കെ ഒരു കനം കണ്ടില്ലേ. എപ്പോഴും ഉണ്ടാവും, നമുക്ക് അത്യാവശ്യത്തിന് മുളക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളീച്ചയുടെ ഒരു ശല്യം. ഇതിൻ്റെ ഇലയുടെ അടിവശം ചില ഒരു വെളുത്ത പ്രാണി വന്നിരിക്കും. അപ്പോൾ പല ഇലകളും ചുരുളും. നമ്മൾ പല മരുന്നും ഉപയോഗിച്ച് നോക്കി, പക്ഷേ അതൊന്നും അത്ര എഫക്റ്റീവല്ല. പിന്നെ ഇടയ്ക്ക് മുളക് മൂത്തൊക്കെ പറിച്ചെടുത്തിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചാണ് ഈ പച്ചക്കറിക്ക് ഉപയോഗിക്കുന്ന ഇതുണ്ട്, ആവശ്യമുള്ളത്. അത് വളരെ ഡോസ് കുറച്ച് വല്ലപ്പോഴും ഒരു 6 മാസത്തിലൊരിക്കൽ ചിലപ്പോൾ കൂടുതൽ ശല്യമുള്ളപ്പോൾ മാത്രം നമ്മൾ സ്പ്രേ ചെയ്യും. അപ്പോൾ പിന്നെ വലിയ ശല്യം ഉണ്ടാവില്ല. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ വില പരിശോധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന്മേൽ കാണുന്ന പ്രാണികളൊക്കെ കൊല്ലുക, അല്ലെങ്കിൽ പഴങ്കഞ്ഞി വെള്ളം ഇത്തിരി സ്പ്രേ ചെയ്യുക, വേപ്പെണ്ണ, അങ്ങനെ പല സാധനങ്ങളും ഉപയോഗിക്കാം. നമുക്ക് ചിലതൊക്കെ എഫക്റ്റീവാണ് ശരിക്കും. ഇഷ്ടംപോലെ ഉണ്ടാവും. ഇത് ഒരു മുളകിൻ്റെ കടയ്ക്ക് കുറേ വിസ്തീർണമുണ്ട്, ഏരിയയിൽ നിൽക്കും. അപ്പോൾ കാണുമ്പോൾ ഒരു ചില്ല 10-15 ഉള്ളെങ്കിലും ഇഷ്ടംപോലെ ഉണ്ടാവും. നമുക്ക് പറിക്കാൻ എല്ലാ ആഴ്ചയിലും ആവശ്യത്തിന് സാധനം കിട്ടും. ഇതാണ് ഈ മുളകിൻ്റെ ഒരു പ്രത്യേകത. പിടിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അതുണ്ടോ, പഴുത്തത് നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ പച്ച നിറമാകുമ്പോഴാണ് പറിക്കണത്. അല്ലാത്തപ്പോൾ ഇത്തിരി വെളുപ്പ നിറമായിരിക്കും. പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല കളറുണ്ട്, ചുവപ്പ്. അപ്പോൾ ഇത് സാധാരണ എല്ലാവരിലും പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് തന്നെ ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഇനി അടുത്തതെന്നാൽ പുതിയത് ഉണ്ടാവണമെന്നറിയില്ല. പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. കണ്ട മരം പോലെ കണ്ട ചെറിയൊരു മരം പോലെ ആയത്. അതാണ് നമുക്ക് ഒരു വീടായി കഴിഞ്ഞാൽ ഇത് അത്യാവശ്യമാണ്. പല ഇനം പച്ചമുളക് ഈ കറിയിൽ ഇപ്പോൾ സാമ്പാറിലൊക്കെ ഇടാവുന്ന മുളക് ഇവിടെ എല്ലാം ഉണ്ട്. ഒരു കാന്താരി കണ്ട, ഇത് പച്ചമുളക് പറിച്ച് വെച്ചാണ്. നമ്മുടെ വീട്ടിൽ മിക്കവാറും എല്ലാ സൈസും ഉണ്ട് കാന്താരികളുണ്ട്. പല സൈസ് കാന്താരിയാണ് ശരിക്കും. അതാ ഉണ്ടമുളക് ആദ്യം കാണിച്ചത്, ആദ്യം പറഞ്ഞില്ലേ, അതിൻ്റെയാണ്. ഇത് ശരിക്കുള്ള നാടൻ കാന്താരിയാണിത്. ഇത് പഴയ കാലത്ത് ഈ കാന്താരിയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴാണ് പുതിയ സൈസ് വെള്ള കാന്താരി, വലിയ കാന്താരി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സൈസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് ഇതുമേ കാന്താരി. ഇതിന് ഈ കാന്താരിക്ക് കൂടുതൽ വെള്ളീച്ചയുടെ ശല്യമുണ്ട്. അത് മറ്റേ ഉണ്ടമുളകിനേക്കാളും ശല്യം കൂടുതലതിന്. നല്ല എരിവുള്ള സാധനമാണ് ഇത്. അച്ചാറിലൊക്കെ ഇടാൻ ബെസ്റ്റ് സാധനമാണ് ഇത്. ഒരെണ്ണം എടുത്ത് നമ്മളില്ല ഒരു ഉപ്പിലിട്ട് മുക്കി ഒന്ന് കടിച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് ചോറ് തിന്നാൻ വേറെ ഒന്നും വേണ്ട. അത്ര സൂപ്പർ സാധനം അത്. എനിക്ക് ഇത് എരിവ് വേണം. അത് ഈ പച്ചമുളക് ഏതെങ്കിലും ഒരു ടൈപ്പ് ഇല്ലെങ്കിൽ എനിക്ക് എന്ത് സ്പെഷ്യൽ കറി ഉണ്ടായാലും ഇത് വേണം. അതാണ് അതിൻ്റെ ഒരു ചമ്മന്തി ഉണ്ടാക്കാനാണെങ്കിലും നമുക്ക് ഈ സാധനം ഉണ്ടെങ്കിൽ തന്നെ പകുതി അച്ചാറിലിടാൻ
ഒരു വീട്ടിലേക്ക് എന്തെല്ലാം കറിക്ക് ഈ മുളക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് ആൾക്കാർ ഇതൊക്കെ നട്ടുപിടിപ്പിച്ച് സൂക്ഷിച്ചു കൊണ്ടു നടക്കാനായിട്ട് വളരെ പുറകോട്ടാണല്ലോ. നമ്മുടെ ആൾക്കാർ മുഴുവൻ ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും കടയിൽ നിന്ന് ഭക്ഷണം മേടിക്കലും സാധനങ്ങൾ ഈ വിഷമുള്ള പച്ചമുളക് പുറമേ നിന്ന് വാങ്ങലും മാത്രമാണല്ലോ. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് കാന്താരിയാണിത്. ഇത് കാന്താരി ടൈപ്പ്. ഇത് കുറേ സൈസ് ഉണ്ട്. ഇത് വലിയ പഴുത്ത് നിൽക്കണുണ്ട്. അത് ഇത്തിരി കൂടി വലിയ ടൈപ്പാണ് കാന്താരിയ. ഇവിടെ നമുക്ക് ഒരു 4-5 ടൈപ്പ് മുളകും പിന്നെ പച്ചമുളക് ഈ സാമ്പാറിലും അവിയലിലും എല്ലാ കറികളിലും ചിക്കൻ കറി അതിലൊക്കെ ഇടാവുന്ന അതുണ്ട്. ഇതുണ്ട്. ഇത് ഒത്തിരി ഉണ്ട ടൈപ്പ് ഒരു കാന്താരിയാണ്. ഇത് ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. അത് ഈ അടുത്തിടയ്ക്കാണ് ഇതിൻ്റെ ഒരു തൈ കിട്ടിയിട്ട് വച്ച് പിടിപ്പിച്ച് ഇതുപോലെ നന്നാക്കി എടുത്തത്. ഇത് മോശമല്ല, എരിവ് ഒത്തിരി കുറവാണ് മറ്റേ കാന്താരിയേക്കാളും. എന്നാലും നമുക്ക് ഉപയോഗിക്കാം. ഉണ്ടോ, ഇത് ഇത്തിരി കൂടി വലിയ ടൈപ്പ് കാന്താരി. ഇത് കുറച്ചും കൂടി നല്ല എരിവുള്ള ടൈപ്പാണ്. മറ്റേ കുഞ്ഞി കാന്താരിയുടെ അത്ര എരിവ് വേറെ ഒന്നിനും കിട്ടില്ല കേട്ടോ. ഓരോ മുളകിനും ഓരോ ടേസ്റ്റാണ്. ഇതും അച്ചാറിലൊക്കെ ഉപയോഗിക്കാം. ഇത് നമ്മുടെ വീടിൻ്റെ ചുറ്റും ഉള്ള സ്ഥലത്ത് നമ്മൾ നിസ്സാര സ്ഥലമുള്ളൂ, അതിൻ്റെ ഉള്ളിലാണ് ഈ സാധനങ്ങൾ പെരക്കി ചുറ്റും വച്ച് പിടിപ്പിച്ചാണത്. ഒരു വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ടെറസിലും ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയുണ്ട് കണ്ടിട്ട്? നല്ലതാണെന്ന് തോന്നണ്ട? നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ളതല്ലേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് തന്നെ. പച്ചമുളക് വേണ്ട ഉണ്ടായി കിടക്കണണ്ട. ഇതേത് ആ തെങ്ങിന്തയുടെ ഇടയ്ക്കുള്ള ഒരു ചെറിയ ഗ്യാപ്പിൽ ഉണ്ടാക്കി വച്ചേക്കണതാണ്. അതിൻ്റെ തെങ്ങിൻ്റെ ചെറിയ ഗ്യാപ്പുള്ളൂ, അത്ര സ്ഥലമുള്ളൂ ഞങ്ങൾക്ക്. ആ ഉള്ള സ്ഥലത്തിൻ്റെ ഇടയ്ക്കാണ് ഈ പച്ചമുളക്. കണ്ട, ഇത് ആവശ്യത്തിന് ഇതിന്ന് പറിച്ചതാണ്. നമ്മൾ തിരുമ്പ് കണ്ടില്ലേ ഒരു പ്ലേറ്റിൽ നിറച്ച്. ഇവിടെ നമുക്കൊരു ആഴ്ചയിൽ എന്തായാലും ആവശ്യത്തിന് മുളക് മേടിക്കണ്ടല്ലോ. പിന്നെ കൊല്ലമുളക് ഈ വറുത്തിടാൻ മാത്രമാണ് ഈ നമ്മുടെ ചുവന്ന മുളക് വാങ്ങുന്നത്. അല്ലാത്ത ആവശ്യത്തിന് മുഴുവൻ എരിവിൻ്റെ ആവശ്യത്തിന് മുഴുവൻ ഇത് ഉപയോഗിക്കാമല്ലോ. പല സൈസ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളുടെ വീട്ടിലൊക്കെ പറ്റുമെങ്കിൽ പരമാവധി ആൾക്കാർ എല്ലാവരും ഇത് വീഡിയോ കാണുന്നവർ ഈ പല സൈസ് പച്ചമുളക്, ഇനി വെള്ള കാന്താരി വേറെ ഉണ്ട്, പല സൈസ് കാന്താരികളുണ്ട്. ഇപ്പോൾ ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക. അത് രണ്ടാമതും ഞാൻ നട്ടു പിടിപ്പിച്ചു. വീടിന് ചുറ്റുമുള്ള മുളകിനെ പറ്റിയുള്ള വിശേഷണങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മുളകും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. ധാരാളം നമ്മുടെ വീട്ടിൽ ധാരാളം ഉണ്ടാവുന്ന ഒന്നാണ് മുളക്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ബൈ.